എന്ത് ജനങ്ങൾ നന്ദിയോട് കാട്ടിയെന്നോ? എല്ലാ ഇലക്ഷനിലും പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു എല്ലും കഷ്ണം നീട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ? അതൊക്കെ നിങ്ങളുടെ തെറ്റല്ലേ? കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ കുറച്ച് കിറ്റ് കൊടുത്തിട്ട് കുറച്ച് വോട്ട് പിടിച്ചു എന്നും വിചാരിച്ച് എപ്പോഴും അത് നടക്കണമെന്നുണ്ടോ? ഒന്ന് മാറ്റി പിടിക്കുക സഖാവേ. ഇപ്പോൾ ഈ പെൻഷൻ പൈസ കൂട്ടിയിട്ട് CPM-ന്റെ തറവാട് വിറ്റ കാശിന്ന് തീർത്തൊടുത്തൊന്നുമല്ലല്ലോ. പാവപ്പെട്ടവരുടെ നികുതി കാശും അവരുടെ വിലക്കയറ്റും അതിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് ഉണ്ടാക്കിയ തന്നെയല്ലേ. എന്നിട്ട് ഇമ്മാരി വർത്താനൊക്കെ പറയാൻ കുറച്ചെങ്കിലും ഉൾപ്പ് വേണ്ടേ? ഈ പാവപ്പെട്ട ജനങ്ങളെ കുറിച്ചിട്ട് ഈ നികുതി പൈസയും കാര്യങ്ങളും കൂട്ടാൻ നിങ്ങൾക്ക് ഈ ഇലക്ഷൻ്റെ ടൈം മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ മുമ്പ് കൊടുത്തുകൂടായിരുന്നില്ലേ? എന്താ പാവപ്പെട്ടവർ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അത് അറിഞ്ഞൂടെ? ഈ ഇലക്ഷൻ്റെ ടൈമിൽ മാത്രമേ ഇതൊക്കെ ചേർക്കേണ്ടതുള്ളൂ. നിങ്ങളൊക്കെ ഇതൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഈ കണ്ട ഇലക്ഷന്. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും മുനിസിപ്പാലിറ്റി ഇലക്ഷനിലും ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 7,000-8,000 രൂപയാണ്. ഇതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ കൂലിപ്പണിക്കാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് മോഹിച്ചിട്ടൊന്നും അല്ലാന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതിലൊക്കെ കൈയിട്ട് മാന്താനല്ലേ. അപ്പോൾ അത് പോയി എന്നുള്ള സങ്കടത്തിലാണോ ഇപ്പോൾ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കൊണക്കണത്?